ഏട്ടാ നിങ്ങൾ ചെയ്യൂലേ? അപ്പോൾ എനിക്ക് നല്ല പെയിനുണ്ട്. കുറച്ച് ഫോർ പ്ലേയും കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് പല സ്ത്രീകൾക്കും ഇതുപോലെ തന്നെ ഒരു സെക്ഷൽ ലൈഫ് എന്ന് പറയുന്നത് ഭയങ്കര വേദന മാത്രമായിരിക്കും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കറക്റ്റായ സെക്ഷൽ ലൈഫ് അവർക്ക് കിട്ടാത്തതുകൊണ്ടായിരിക്കും. നമ്മുടെ ഈ സെക്ഷൽ ലൈഫ് എന്ന് പറയുമ്പോൾ അതിൽ 60% ഫോർ പ്ലേ ആയിരിക്കും ഉണ്ടാവുക. അതിൽ 60% നമ്മൾ ഫോർ പ്ലേയാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ബാക്കി 15%നാണ് നമ്മുടെ ഈ മെയിൻ പ്ലേ എന്ന് വെച്ചെങ്കിൽ നമ്മൾ ഈ ഇന്റർകോഴ്സിന് വേണ്ടിയിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ബാക്കി ഒരു 25% ആണ് നമുക്ക് സെക്സിന് ശേഷം ചെയ്യേണ്ട പല കാര്യങ്ങളും. അത് പല ആൾക്കും അറിയും കൂടില്ല. അത് ഞാൻ വേറെ വീഡിയോ ചെയ്യാം. നമ്മൾ എന്താണ് ശരിക്കും ഈ ഫോർ പ്ലേ എന്ന് പറയുന്നത്? എന്താണ് ശരിക്കും ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുമ്പോൾ, നമ്മുടെ ഈ ഫോർ പ്ലേ എന്ന് പറഞ്ഞാൽ വെറും ഫിംഗറിങ് ചെയ്യുക അല്ലെങ്കിൽ വെറും ഓറൽ സെക്സ് മാത്രമല്ല. ഈ ഫോർ പ്ലേ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ പാർട്ട്ണറോട് സംസാരിക്കുന്നവരെ നമുക്ക് ഈ പാർട്ട്ണറോട് അതിനെക്കുറിച്ച് സംസാരിക്കുന്നത്, റൊമാൻറ്റിക്കായി സംസാരിക്കുന്നത്, അവർക്കൊരു പ്ലഷർ എത്തിക്കുന്നത് വരെ ഈ ഒരു ഫോർ പ്ലേന്റെ ഭാഗമാണ്. പിന്നെ നമുക്ക് കിസ് ചെയ്യുന്നത്, ഹഗ് ചെയ്യുന്നത്, പിന്നെ നമുക്ക് എന്താക്കാം പല ബോഡിയുടെ പല പാർട്സ് ഉണ്ട്. സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റിയ പല പാർട്സ് ഉണ്ട്. അവിടെ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കുക. പിന്നെ നമ്മൾ ഈ ഓറൽ സെക്സ്, ഫിംഗർ, ഇതെല്ലാം ഒരു ഫോർ പ്ലേ ഉൾപ്പെടുത്തുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ പാർട്ട്ണറോട് കാര്യങ്ങൾ ചോദിക്കണം. പാർട്ട്ണറുടെ ഇഷ്ടങ്ങൾ അറിയും. ഇപ്പൊ രണ്ടാളും ഇഷ്ടങ്ങൾ എന്തൊക്കെയാണ്? ചില ആൾക്ക് ചിലത് ഇഷ്ടപ്പെടില്ല. അപ്പൊ പാർട്ട്ണറിന്റെ ഇഷ്ടങ്ങൾ അറിയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ ഒന്ന് പേജ് ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.